These are the subtopics: divide and conquer, dynamic programming, greedy algorithms, and others such as backtracking and branch and bound. Let's look at the previous year question pattern. ഇവിടെ നമുക്ക് കാണാം ജൂൺ 2019 ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ആക്ച്വലി ഇതൊരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആയിരുന്നു, ദാറ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആൻഡ് ഗ്രീഡി അൽഗോരിതംസ് എല്ലാത്തിൻ്റെ ഒരു തിയറി ബേസിസ് അറിഞ്ഞിരിക്കണമായിരുന്നു. ഓൺലി ദെൻ ദാറ്റ് ക്വസ്റ്റ്യൻ കുഡ് ബി ആൻസേർഡ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ വീഡിയോയിൽ all types of design techniques will be discussed. First is the divide and conquer technique. ഇവിടെ ചെയ്യുന്നത് ഒരു മെയിൻ പ്രോബ്ലത്തിനെ കുറച്ച് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ദെൻ ദേ ആർ എക്സിക്യൂട്ടഡ് റിക്കേഴ്സിവ്ലി. വൈ റിക്കേഴ്സിവ്ലി? ബിക്കോസ് നമ്മൾ മെയിൻ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം all these sub problems are instances of the main problem itself. How? And that is why it is implemented recursively. So in short, to implement this divide and conquer technique, we can use recursive functions, right? And at last, എല്ലാ സബ് പ്രോബ്ലംസിൻ്റെയും ഔട്ട്പുട്ട്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. Now as it's shown, it is a top down approach. എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് merge sort and quick sort ആണ്. നമ്മൾക്ക് merge sort എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ഐഡിയ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. സോ ഇൻ merge sort what happens is, suppose for example we are taking a one dimensional array. അതിന് ഫസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ കിട്ടിയ സബ് അറേസിന് വീണ്ടും ഡിവൈഡ് ചെയ്ത് until there is only one element in each sub array. ഈ ഡിവിഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. Now this has happened in a recursive manner. Now we have to combine these problems or what we got from these problems to get a final result. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഡിവിജ്വലായിട്ട് കിട്ടിയ ഈ ഐറ്റംസിനെ നമ്മൾ merge ചെയ്ത് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് വി ടേക്ക് ഈച്ച് പെയർ ഫ്രം ദ ബിഗിനിങ്. അതിനെ നമ്മൾ merge ചെയ്യുന്നതിൻ്റെ കൂടെ സോർട്ടും ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് until we get the final array with the same number of elements but in a sorted form. So this is an example of divide and conquer. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് ഇസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. നേരത്തെ നമ്മൾ കണ്ട ഡിവൈഡ് ആൻഡ് കോങ്കർ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. ബട്ട് ഹിയർ ദിസ് ഇസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് വെയർ ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ് ബൈ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു മെനി സബ് പ്രോബ്ലംസ്. ആൻഡ് ആദ്യം ചെയ്യുന്ന എന്താണ്? സബ് പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യും. ആൻഡ് ദെൻ വി മൂവ് അപ്വേർഡ്സ് ത്രൂ ദ ഹൈറാർക്കി. ആൻ എക്സാമ്പിൾ ഇസ് ഫിബൊനാച്ചി സീരീസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 2. സോ ഇനീഷ്യലി വി ഹാവ് ദ വാല്യൂ 0 ആൻഡ് 1. അങ്ങനെ വരുമ്പം എഫ് ഓഫ് എൻ മൈനസ് 2 ഇസ് 0 ആൻഡ് എഫ് ഓഫ് എൻ മൈനസ് 1 ഇസ് 1. അപ്പോൾ പുതിയ വാല്യൂ എഫ് ഓഫ് എൻ വുഡ് ബി 0 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ബട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അഗെയിൻ there is a recursive call of functions happening again. സോ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഫംഗ്ഷനുള്ളിൽ നിന്ന് ഫംഗ്ഷനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഇറ്റ് വിൽ ഫൈനലി മൂവ് അപ്പ് ദ ഹൈറാർക്കി. ദാറ്റ് ഈസ് ലാസ്റ്റ് സ്റ്റെപ്പിൽ പോയതിന് ശേഷം ബോട്ടം അപ്പായിട്ട് സോൾവ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയല്ലേ റിക്കേഴ്സീവ് ഫങ്ഷൻസ് സോൾവ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. നേരത്തെ ഡിവൈഡ് ആൻഡ് കോങ്കറിലും റിക്കേഴ്സീവ് ഫങ്ഷൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഹിയർ. ഡൈനാമിക് പ്രോഗ്രാമിംഗ് വരുമ്പോഴത്തേക്ക് ഹിയർ പ്രോബ്ലംസ് ആർ ഓവർലാപ്പിംഗ്. ദറ്റ് ഈസ് ഇറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഡിവൈഡ് ആൻഡ് കോങ്കറിൽ സബ് പ്രോബ്ലംസ് ആർ നോട്ട് ഓവർലാപ്പിംഗ്. all are independent. That is, all subproblems are independent and only after combining them we can get a result as in merge sort. പക്ഷേ ഫിബൊനാച്ചി സീരീസ് സോൾവ് ചെയ്യാനായിട്ട്
നമുക്ക് റിക്കേഴ്സീവ്ലി വി ഹാവ് ടു ബാക്ക് ട്രേസ് അഗെയിൻ. ദാറ്റ് ഈസ് ഒരു സബ് പ്രോബ്ലത്തിൻ്റെ ആൻസർ എടുത്തിട്ടായിരിക്കും അതിന് മുന്നേ ഉള്ള സബ് പ്രോബ്ലത്തിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് only then we can find the result of or the output of that particular sub problem. And this happens continuously until the final result is obtained at the topmost layer. Another example is the 0-1 knapsack problem. Here this problem is like, actually knapsack is a bag. ആ ബാഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 5 kilos ആണെന്ന് വെച്ചു. Now we have another set of problems or a set of things that have different weights. For example 2 kilos, 3 kilos and 4 kilos. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ we can only fill this bag with 5 kilos. But we can fill them with each sub-problem in its complete form only. There is another problem which is fractional knapsack. അത് വേറെയാണ്. അതെന്ന് വെച്ചാൽ ഈ സബ് പ്രോബ്ലത്തിൻ്റെ ഫോർ എക്സാമ്പിൾ ആൻ ആപ്പിൾ 2 kilos ആപ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ആപ്പിൾ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 1 kilo അങ്ങനെ വെച്ചിട്ട് ഇടണം. ദാറ്റ് ഈസ് 0/1 knapsack പ്രോബ്ലം. ഫ്രാക്ഷണൽ knapsack എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആപ്പിളിൻ്റെ പകുതി ഇട്ടാലും that means fraction of an apple, right? പകുതി ഇട്ടാലും it can be considered. So that is fractional knapsack problem, but it is not a dynamic programming. 0/1 knapsack problem is dynamic programming. Now these are implemented using recursive function calls. We don't have to go much in detail about these problems, but ഒരു general idea ഉണ്ടായിരിക്കണം. Okay. Now നേരത്തെ പറഞ്ഞ പോലെ റിക്കേഴ്സീവ് ഫങ്ഷൻ കോൾസ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബോട്ടം അപ്പ് അപ്രോച്ചാണ് എടുക്കുന്നതെന്ന്. ദാറ്റ് ഈസ് റിക്കേഴ്സീവ്ലി ഫങ്ഷൻസ് കോൾ ചെയ്തതിന് ശേഷം ഫ്രം ദ ബോട്ടം മോസ്റ്റ് റിക്കേഴ്സീവ് ഫങ്ഷൻ കോൾ വി മൂവ് ടുവേർഡ്സ് ദ ടോപ്പ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വി ഷുഡ് മെയിൻറ്റെയിൻ എ ഡേറ്റാബേസ് ടു സ്റ്റോർ ഓൾ ദീസ് ഫങ്ഷൻ കോൾസ് അറ്റ് ഈച്ച് ലെവൽ, റൈറ്റ്? അത് നമുക്ക് സ്റ്റോർ ചെയ്യാം in the form of a table. Thus we can retrieve the results from the table and then compute the final output. And implementing it in this way, the overall time complexity can be reduced. Now mostly dynamic programming is used for optimization problems. Optimization problems എന്താണെന്ന് വെച്ചാൽ we are given a set of input values which are required either to be maximized or minimized. ഒന്നുകിൽ ഏറ്റവും കുറവാക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതലാക്കണം. അങ്ങനെ ഒരു ഗ്ലോബൽ ഒപ്റ്റിമയിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഡൈനാമിക് പ്രോഗ്രാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രീഡി ആൽഗരിതംസ് ആണ്. These are those types of algorithms that have a tendency to jump into conclusions. That is, on a long term അനലൈസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നതിനേക്കാളും അപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ ഗ്രീഡി ഡിസിഷൻ. ബട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഒപ്റ്റിമം റിസൾട്ടിലേക്ക് എത്രയും വേഗം എത്താൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഗ്രീഡി അൽഗരിതംസിനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ദ എക്സാമ്പിൾ ഓഫ് എ ഫ്രാക്ഷണൽ നാപ്സാക്ക്. ദാറ്റ് ഈസ് ആ ബാഗ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഹാഫ് ആൻ ആപ്പിൾ അതിൻ്റെ കപ്പാസിറ്റിയും കൂടി മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് വാസ് എ 0/1 പ്രോബ്ലം then it could not accept the half an apple choice. It could only accept if it was a full apple. So some other examples are Kruskal's minimum spanning tree. Here the greedy choice that it makes is to pick the smallest weight edge that doesn't cause a cycle in the minimum spanning tree constructed so far. ഈ മിനിമം സ്പാനിങ് ട്രീസിലേക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമിലർലി പ്രിംസ് MSTയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. And here the greedy choice is to pick the smallest weight edge. പിന്നെ വരുന്നത് Dijkstra's shortest path. Here also there is a greedy choice that is made. And the next one is Huffman coding. അവിടെ
ഹഫ്മാൻ കോഡിങ്ങും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. This is a type of coding that is used for compression of data. For example, ഒരു ടെക്സ്റ്റ് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിന് ഏറ്റവും കുറഞ്ഞ ബിറ്റ് ലെങ്ത് അസൈൻ ചെയ്യും, വിച്ച് ക്യാൻ ബി either യൂസ് ഫോർ ട്രാൻസ്മിഷൻ ഓർ സ്റ്റോറേജ്. എന്നാൽ ഒട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യാത്ത ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ദ ലെറ്റർ എക്സ്, ഇത് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യാത്തതല്ലേ, അതിനൊക്കെ കുറച്ചും കൂടി ലെങ്ത് കൂടിയ കോഡ് വേർഡ്സ് യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഹഫ്മാൻ കോഡിംഗ്. Now these are other types of algorithms: backtracking and branch and bound. Backtracking is where an algorithm tries all possible solutions. അതായത് ഒരു അൽഗോരിതത്തിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും എടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, അതിനകത്ത് ഒരു നോഡ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കണക്ഷൻസിൽ കൂടെയും പോയി നോക്കും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കണക്ഷനിലേക്ക് പോകും. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ് until the node is reached. Now another example is the 8 queen problem. Now this problem means suppose we have a chessboard which is 8 by 8. ഒരു ചെസ് ബോർഡിൽ ക്വീനിൻ്റെ കേപ്പബിലിറ്റി അറിയാമല്ലോ. ഇറ്റ് ക്യാൻ അറ്റാക്ക് either horizontally or vertically or even diagonally. Now on this chessboard we have to place 8 queens such that they cannot attack each other. ആ പ്രോബ്ലം ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. And the next algorithm is branch and bound technique. Now branch and bound means branching എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രോബ്ലത്തിൽ നിന്ന് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകുന്നു, അതാണ് branching. Now bounding means taking a leaping movement towards or over something. അതായത് നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സബ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ബൗണ്ട് ചെയ്ത് അടുത്തയിലേക്ക് പോകുന്നു. സോ ടു ഇംപ്ലിമെൻറ്റ് ദിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കണ്ടെയ്ൻ ചെയ്യാത്തൊരു പ്രോബ്ലം ഓർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം, ദാറ്റ് ഈസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലത്തിനെ വീണ്ടും സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ നോക്കുന്നു. ആൻഡ് ഇഫ് വി ഗെറ്റ് എ സൊല്യൂഷൻ ത്രൂ ദാറ്റ് പാത്ത് വി ഗോ ടു ദ ടോപ്പ്. ഫോർ എക്സാമ്പിൾ ദ 0 by 1 knapsack problem and 8 queen problem can be solved using branch and bound technique. So that's all for this video. See you with a new chapter. Thank you for your time.